അവൻ അത് രുചിച്ചു എന്നുള്ളത് ശരിയാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ അത് കാണുന്നത് അതാണ്. ഈ വേദനയിൽ അല്ലെങ്കിൽ ദാഹത്തിൽ അവൻ എന്ത് ചെയ്തു? ഹി വാസ് ജസ്റ്റ് ടേസ്റ്റിംഗ് ഇറ്റ് ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്രഗ്ഡ് വൈൻ. അവനത് രുചി നോക്കിയാറെ അവൻ എന്ത് മനസ്സിലായി? ഇത് ഡ്രഗ്ഡ് വൈൻ ആണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് അവന് കുടിക്കാൻ മനസ്സ് വന്നില്ല. എന്തുകൊണ്ട് മനസ്സ് വന്നില്ല? മറ്റൊന്നുമല്ല, വേദന സംഹാരിയിലൂടെ വേദന കുറയ്ക്കാൻ അവൻ ആ സമയത്ത് ആഗ്രഹിച്ചില്ല. അതായത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുന്ന യേശു അതിൻ്റെ വേദനയുടെ പാരമ്യത അനുഭവിക്കുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ ക്രൂശിൽ യേശു ബോധം കെട്ട് മരിക്കുകയല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചൊറുക്ക അല്ലെങ്കിൽ വിനീഗർ അതല്ലെങ്കിൽ ഡ്രഗ്ഡ് വൈൻ കുടിച്ചിട്ട് യേശു ബോധം കെട്ട് മരിക്കുകയല്ല. നല്ല ബോധത്തോടുകൂടെ വേദനയുടെ പാരമ്യതയിൽ, നമ്മൾ മനസ്സിലാക്കുക, വേദനയുടെ പാരമ്യതയിൽ ദ ഹോൾ തിങ്, ദ ഹോൾ പെയിൻ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് നമ്മുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ഏറ്റെടുക്കുന്ന ആ പ്രക്രിയയിൽ യാതൊരു കുറവുമുണ്ടാകാതെ വണ്ണം യേശു അതിൻ്റെ സകല വേദനയും ഏറ്റെടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ദ ഹോൾ തിങ്. ഒരിക്കലും അവൻ ഒരു പക്ഷേ നിവൃത്തിയായി എന്ന അടുത്ത വാക്കിനകത്ത് പറയുമ്പോൾ പറയാൻ ഉള്ളൊരു കാര്യമുണ്ട്. അവൻ്റെ വേദനയും പൂർണ്ണമായിരുന്നു. ഈവൻ ഹിസ് പെയിൻ വാസ് കംപ്ലീറ്റ്. എവ്രിതിങ് വാസ് കംപ്ലീറ്റ്. ടോട്ടലി ഇറ്റ് വാസ് കംപ്ലീറ്റ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിടവുകളില്ല, ലാക്കിംഗ് ഇല്ല. കംപ്ലീറ്റ്, പൂർണ്ണമായിട്ടും നമ്മുടെ വേദനയുടെ പാരമ്യത അനുഭവിക്കുവാൻ അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇതേ സമയം നമ്മൾ ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിക്കുമ്പോൾ ആദ്യത്തെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ തിരുമൊഴികൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിന് ഒരു പ്ലെയിൻ മീനിങ് ഉണ്ട്, അതേസമയം സ്പിരിച്വൽ റിയാലിറ്റീസ് ഉണ്ട്, ഇന്നത്തെ പ്രസക്തിയുണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള മീനിങ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ കാര്യത്തിലും എൻ്റെ പ്ലെയിൻ മീനിങ് ആദ്യം പറയുന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നുള്ളത് പ്ലെയിനായിട്ട് പറഞ്ഞാൽ എന്താണ്? ഹി വാസ് സഫറിങ് എ ലോട്ട് ആസ് എ മാൻ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദുരന്തങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. ദൃശ്യ യാഥാർത്ഥ്യമാണ്. കാൽവരി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശുവിൻ്റെ ജീവിതം നമ്മുടെ കൺമുമ്പിൽ ഒരു ദൃശ്യ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്ലെയിനായിട്ട് യാതൊരു ചിന്തയിലും നമ്മൾ പ്ലെയിനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ വേദനയിൽ അവൻ പറയുകയാണ്, വൈ യു ഹാവ് ഫോർസേക്കൻ മീ ആസ് എ ഹ്യൂമൻ ബീയിങ്. അത് 22 സങ്കീർത്തനത്തിൽ പറയുന്ന ആൾ പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രൂശിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാൻ സാധ്യതയുള്ളതായ ഒരേ വാക്ക് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ആത്മതലത്തിലേക്ക് കയറുമ്പോൾ എന്താണ് ഫോർസേക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. അതായത് ദാറ്റ് ഈസ് സംതിങ് മോർ ദൻ ദാറ്റ്. ഫിസിക്കൽ അല്ലെങ്കിൽ ദൃശ്യ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു അദൃശ്യ യാഥാർത്ഥ്യം, ഒരു ആത്മയാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? യേശുക്രിസ്തു ഹ്യൂമൻ, മാനുഷികമായി ഏറ്റെടുക്കുന്ന വേദന മാത്രമല്ല. അതുകൊണ്ട് മാത്രമല്ല കർത്താവ് കൈവിട്ടെന്ന് പറയുന്നത്. പകരം എന്താണ്? ഇൻ ദ സ്പിരിറ്റ് വേൾഡ്, ആത്മതലത്തിൽ അവിടെ തൂങ്ങിയാടുന്നത് ആരല്ല? ഒരു മനുഷ്യനല്ല. പ്രത്യുത നമ്മുടെ നീതിക്ക് വേണ്ടി ദൈവം പാപമാക്കിയ യേശുവാണ്. ഇതേപോലെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലെയിൻ മീനിങ് എന്താണ്? ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കാൽവറി ക്രൂശിൽ കിടക്കുന്ന യേശു ദാഹിച്ചു എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു രീതിയിലും ഒരു കുറവില്ല, ഒരു തെറ്റില്ല. എന്നാൽ അതിനൊരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ആ സ്പിരിച്വൽ മീനിങ് എന്താണ്? ആ സ്പിരിച്വൽ മീനിങ് അവൻ്റെ ദാഹം വെറും വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം മാത്രമല്ല, അതിന് ആത്മാവിലെ ഒരർത്ഥമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു അവിടെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഈവൻ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും, ജോൺ ചാപ്റ്റർ 4 കർത്താവ് ശമരിയയിലൂടെ കടന്നു പോകുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ചാപ്റ്റർ 4 അവിടെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 4-ന്റെ 6 വായിക്കുമ്പോൾ, അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. 6-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഇറ്റ് ഇസ് 12 in the noon, 12 മണിയാണ്, ഉച്ചയ്ക്ക് 12 മണിയാണ്. അവിടെയും സ്വാഭാവികമായി ഒരു മനുഷ്യന്, നടന്നു വരുന്ന മനുഷ്യന്, ശരിക്കും അവിടെ നടന്നു വരികയാണെന്ന് ആലോചിക്കണം. അതായത് യഹൂദ്യയിൽ നിന്ന് ശമരിയയിലൂടെ
നടന്നു വരികയാണ്. സാധാരണ നിലയിൽ ശമരിയയിലൂടെ ഇവന്മാർ നടന്ന് വരത്തില്ല. യേശു നിർബന്ധിച്ചുകൊണ്ടായിരിക്കും അവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ശമരിയയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാണ്. ഇവർക്ക് ഈ ശമരിയയിലൂടെ പോകാനുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. കാര്യം ശമരിയ പട്ടണത്തിലൂടെ നടന്നു പോകാൻ പോലും അവർക്ക് ഇഷ്ടമില്ല. കാര്യം ശമരിയരെ അവർ ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടോ അല്ലെങ്കിൽ ദൈവികതയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ അറയ്ക്കപ്പെട്ടവരായിട്ടോ ഒക്കെ കണക്കാക്കിയിടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെ പ്രാർത്ഥനകളിൽ ചില സമയത്തൊക്കെ റബനിക് പ്രേയേഴ്സിൽ പറഞ്ഞിരുന്നു, കർത്താവേ, നീ എന്നെ ഒരു സ്ത്രീയായിട്ടോ ശമരിയനായിട്ടോ നായയായിട്ടോ സൃഷ്ടിക്കാഞ്ഞതിന് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തെന്ന് പ്രാർത്ഥിച്ച റബിമാരുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയ്ക്കും ശമരിയരോട് അവർക്ക് അറപ്പോ വെറുപ്പോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അവർ സാധാരണ രീതിയിൽ യഹൂദിയിൽ നിന്ന് ഗലീലയ്ക്ക് പോകണമെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം അവർ യെരുശലേമിൽ നിന്ന് യഹൂദിയയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് യോർദാൻ നദി ക്രോസ് ചെയ്ത് ട്രാൻസ് ജോർദാനിലെത്തും. എന്നിട്ട് ശമരിയയിൽ കയറാതെ അതിൻ്റെ വടക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഭാഗത്തും കൂടെ നടന്ന് വീണ്ടും യോർദാനിൻ്റെ കോർണറിൽ വന്നിട്ട് ഗലീലയിലേക്ക് പിന്നെ യോർദാൻ ക്രോസ് ചെയ്തു. നേരിട്ട് അങ്ങോട്ട് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവന്മാരെന്ത് ചെയ്യും? സ്വാഭാവികമായി ശമരിയയിലൂടെ പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ആദ്യം യോർദാൻ നദി ക്രോസ് ചെയ്ത് ട്രാൻസ് ജോർദാനിലെത്തി പിന്നീട് അവിടുന്ന് വടക്കോട്ട് നടന്ന് എന്നിട്ട് ഒടുവിൽ പിന്നെ യോർദാൻ നദി പിന്നെയും ക്രോസ് ചെയ്ത് ഗലീലയ്ക്ക് പോകുന്ന പാർട്ടികളാണ് ഈ യഹൂദന്മാർ. പക്ഷേ യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു, ഇല്ല, നമ്മൾ ശമരിയയിലൂടെയാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ് ശമരിയയിലൂടെ കടന്ന് പോകേണ്ടി വന്നെന്ന്. ശമരിയയിലൂടെ കടന്ന് പോകേണ്ടി വന്നു. ഇനി കർത്താവിൻ്റെ കൂടെ നടന്നുള്ള വലിയൊരു പ്രശ്നം ഇതാണ്, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇങ്ങോട്ട് പോകാൻ പറ്റുകയില്ല അല്ലേ? അവൻ പോകുന്നിടത്തല്ല പോകാൻ പറ്റുള്ളൂ. അവൻ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലൂടെയും പോകേണ്ടി വരും. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പോകേണ്ടി വരും, ഇല്ലേ? അങ്ങനെ പോയി ശമരിയ പട്ടണത്തിൽ അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ഉറവിനരികെ രാവിലെ തൊട്ട് നടക്കുകയാണ്. ഒരു പക്ഷേ 12 മണി ആയപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, വല്ലതും കഴിക്കണമല്ലോ. കർത്താവ് പറഞ്ഞു, കാണാം ഇവിടുന്ന് എവിടെന്നെങ്കിലും കഴിക്കാം. അവൻ പറഞ്ഞു, അല്ലല്ല, ഞങ്ങൾ ടൗണിലൊന്ന് പോയി നോക്കട്ടെ, വല്ല ജൂയിഷ് റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ എന്ന്. വല്ല ജൂയിഷ് റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ? ഇവിടെയൊക്കെ ഉള്ളവന്മാർ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയത്തില്ല, ഇല്ലേ? ചില മിഷണറിമാരുണ്ട്, മിഷൻ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാലും ജൂയിഷ് റെസ്റ്റോറൻറ്റ് പോയി നോക്കി പോകുന്ന പാർട്ടികളുണ്ട്. ജൂയിഷ് റെസ്റ്റോറൻറ്റ് നോക്കി പോകുന്ന പാർട്ടികൾ, അല്ലേ? അവർ പോയ സമയത്ത് യേശു ശമരിയക്കാരി സ്ത്രീ എന്ന് നമ്മൾ വിളിക്കുന്നതായ ശമരിയക്കാരി സ്ത്രീ, ശമരിയയിൽ എത്രയോ ആളുകളുണ്ട്, എന്നാൽ ഒരു സ്ത്രീ അവിടെ എഴുതിയിരിക്കുന്നതാണ്, ഒരു ശമരിയക്കാരിയായ ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. യേശു അവളോട് കുടിക്കാൻ ചോദിച്ചു. ഞാൻ അല്പം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോട്ടെ. യേശു അവളോട് കുടിക്കാൻ ചോദിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ യേശു അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തോ? ഇത് മുഴുവൻ പാസേജും വായിച്ചു നോക്കി നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. യേശുവിന് കുടിക്കാൻ കിട്ടിയില്ല. യേശുവിന് വെള്ളം കുടിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? 28-ാമത്തെ വാക്യത്തിൽ, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, അതായത് അവൾ വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചാൽ ഓടിപ്പോയെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം യേശുവിന് എന്ത് കിട്ടിയില്ല? വെള്ളം കിട്ടിയില്ല. പക്ഷേ വെള്ളം കിട്ടാഞ്ഞത് കൊണ്ട് യേശു എന്താ പറയുന്നത്? എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ ചില വെള്ളം ചോദിച്ചിട്ടുള്ളൂ, വെള്ളം തന്നില്ല, ഞാൻ ആകെപ്പാടെ ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണെന്നാണോ ശിഷ്യന്മാർ പറയുന്നത്? അവർ പറഞ്ഞു, ഗുരു ഭക്ഷണം കഴിച്ചാലെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ആഹാരം കഴിഞ്ഞു, വെള്ളം പോലും കിട്ടിയില്ല. പക്ഷെ പറയുന്നത് എന്താണ്? എൻ്റെ ആഹാരം കഴിഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ ദാഹം എന്തായിരുന്നു? യേശു ദാഹിച്ചത് ഒരു ശമരിയ ആത്മാവിന് വേണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവൾ 10-ാമത്തെ വാക്യത്തിൽ അവളോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, പക്ഷെ അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ, നീ അതൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് കുടിപ്പാൻ തരികയും ചെയ്യുമായിരുന്നു. യേശു ഫിസിക്കലി ഹി വാസ് തേഴ്സ്റ്റി, അതിന് യാതൊരു സംശയവുമില്ല. യേശുവിന് ദാഹമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് രാവിലെ തൊട്ട് നടക്കുന്ന ഒരു വ്യക്തി ഉച്ചയ്ക്ക് 12 മണി, അതാണ് 6 മണി നേരം, ദാഹമില്ലാതെ ഇരിക്കത്തില്ല. പക്ഷേ ആ ദാഹത്തിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ദൃശ്യമായ ആ ദാഹത്തിനപ്പുറത്ത് കർത്താവ് ആഗ്രഹിച്ചത് ശമരിയയിലെ ജനങ്ങളാണ്. ശമരിയക്കാരി സ്ത്രീ മാത്രമല്ല, നമ്മൾ പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്കറിയാം അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? യേശു കർത്താവ് നേടുന്നുണ്ട്. ആ ആളുകൾ മുഴുവൻ ഓടി വന്നിട്ട്
എന്താണ്? യേശു കർത്താവിനെ അംഗീകരിക്കുന്നതാണ്. ആ ശമരിയ പട്ടണം മുഴുവൻ ആ സ്ത്രീ പറഞ്ഞ നിമിത്തം അവരെല്ലാവരും ഓടി വന്നു, യേശുവിൻ്റെ വാക്കുകളെ കേട്ടു, യേശുവിനെ കണ്ടു, അവരെല്ലാവരും യേശുവിനെ അംഗീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ദാഹത്തിൻ്റെ തലം എന്താണ്? എല്ലായ്പ്പോഴും യേശു എന്ത് പ്രതീക്ഷിക്കുന്നു? യേശു പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അവൻ്റെ ദാഹം നമ്മളെക്കുറിച്ചാണ്. 4-ാം അധ്യായത്തിൻ്റെ തന്നെ 34-ാം വാക്യം വായിക്കുമ്പോൾ വേഴ്സ് 34 അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അപ്പോൾ ദാഹം, വിശപ്പ്, ഈ വക കാര്യങ്ങൾ, ഫിസിക്കൽ ദാഹമുണ്ട്. അതേസമയം എന്തുകൊണ്ട്? ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നതായ ദാഹമുണ്ട്. യേശു കർത്താവിൻ്റെ ദാഹം രണ്ടുമുണ്ട്. ഹി വാസ് ഫിസിക്കലി, അവന് നല്ല ദാഹം അവന് ശാരീരികമായി തോന്നുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി അവൻ്റെ മനസ്സിൽ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടക്കുന്ന നിലയിൽ അവൻ്റെ ദാഹം തീർന്നില്ല. അതിന് വെള്ളം അവന് കിട്ടിയില്ല. അവൻ ഭൗതികമായി വെള്ളം കുടിച്ചില്ല, അവൻ ഭക്ഷണം കഴിച്ചില്ല. പക്ഷേ യേശു പറയുകയാണ്, ഈ ഭൗതികമായ ആഹാരത്തിനും അപ്പുറത്ത് എന്തുണ്ട്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്, വലിയൊരു ആത്മീയ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്. അവൻ്റെ ഫിസിക്കലായിട്ടുള്ള ദാഹത്തിനപ്പുറത്ത് അവൻ പറയുന്നു, എനിക്ക് എല്ലാവരെയും കുറിച്ചും എല്ലാവർക്കുമായും ദാഹമുണ്ട്. യേശുവിന് നമ്മളെയാണ് ദാഹം. ജീസസ് നീഡ്സ് അസ്. അവൻ്റെ ദാഹത്തിൻ്റെ പൊരുളതാണ്, നമ്മളെ ദാഹിക്കുന്നു. യേശുവിന് എന്നെ ദാഹിക്കുന്നു. വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, എനിക്ക് വേണ്ടിയുള്ള ദാഹമാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദാഹമാണ്. കാൽവറി ക്രൂശിൽ കിടന്ന് യേശു പ്രതീക്ഷിക്കുന്നത് ജനങ്ങളാണ്. അവൻ്റെ സന്തോഷവും അതാണ്. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുമ്പോൾ അവൻ സന്തതിയെ കണ്ട് സന്തോഷിച്ചെന്ന് എഴുതുന്നത്. അതായത് കാൽവറി ക്രൂശിൽ അവനുണ്ടായിരുന്ന ദാഹം തീരുന്നത് എപ്പോഴാണ്? വെൻ ഹി വാസ് ലുക്കിംഗ് എഹെഡ്, ഹി വാസ് സീയിങ് ചിൽഡ്രൻ. അവൻ മക്കളെ, സന്തതികളെ കണ്ട്. എങ്ങനെ സന്തതികൾ? ക്രൂശിൽ അവൻ ജനിപ്പിക്കുവാൻ പോകുന്ന ജനങ്ങളെ കണ്ട് അവൻ സന്തോഷിച്ചു. അപ്പോൾ അവൻ്റെ ദാഹത്തിൻ്റെ ആത്മതലം എന്താണ്? ഹീ ഈസ് തേഴ്സ്റ്റി ഫോർ പീപ്പിൾ, ജനങ്ങൾ. ഇന്നും എന്നും യേശുവിൻ്റെ ഏറ്റവും വലിയ ദാഹം എന്താണെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരുമാണ്, ജനങ്ങളാണ്. അവൻ്റെ ദാഹം ശമിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് കൊണ്ട് കൊടുത്തു. പക്ഷേ ഇന്ന് യേശു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടത് പുളിച്ച വീഞ്ഞല്ല, നല്ല വീഞ്ഞുമല്ല, ഒരു വീഞ്ഞുമല്ല. നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളെയാണ്. ഗാഡ് ഈസ് തേഴ്സ്റ്റി ഫോർ പീപ്പിൾ. യഹോവ, ദൈവം, യേശു ജനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി. മറ്റുള്ള മതങ്ങളിലെ ദൈവങ്ങളെ പോലെ ചോര കൊതിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എന്താണ്? നമ്മുടെ ജീവൻ അവൻ്റെ കയ്യിൽ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. നമ്മുടെ നരകത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ അവൻ്റെ രാജ്യത്തിലേക്ക്, അവൻ്റെ കൈകളിലേക്ക് നമ്മൾ ഫലമേൽപ്പിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ റിക്കൺസിലിയേഷൻ. അതാണ് വാസ്തവത്തിൽ നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്താണ് നിരപ്പിൻ്റെ ശുശ്രൂഷ? രണ്ട് കൂട്ടർ തമ്മിൽ നിരപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരാളുടെ കൈ എടുത്ത് മറ്റൊരാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ്. എന്നതുപോലെ കർത്താവ് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ദാഹം തീർക്കാൻ ഈ ജനങ്ങളെ അവൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവൻ്റെ ദാഹം തീർക്കാൻ നമുക്ക് കഴിയുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കർത്താവ് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യൻസ് അതിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു ചെറിയൊരു വാക്യമാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വാക്യം ആണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുള്ളത്, എന്നാൽ ദൈവം അതിനെയും ഇതിനെയും ഇല്ലായ്മ ചെയ്യും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. അവിടെ പോൾ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് വിശപ്പുണ്ടായാൽ നമ്മൾ ശരീരത്തെ ഫില്ല് ചെയ്യുന്നത് ആഹാരം കൊണ്ടാണ്. അതാണ് അവിടുത്തെ അർത്ഥം. അതായത് ഭോജ്യങ്ങൾ